ഹേ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ മോളിൽ കാണുന്ന പോലെ ഒരു ഓഫ് റോഡ് ഷോർട്ട് കട്ട് റോഡ് വേണോ? എന്നാൽ നേരെ മാപ്പ് എടുത്ത് പാലയംബാങ്ക് ടു ജംബി റൂട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ തേർഡ് ലോഡിംഗ് മാപ്പ് ആവുന്നവരെ നമ്മൾ ആ മാപ്പും GPS നോക്കി തന്നെ പോയാൽ മതി. വേറെ തെറ്റാനൊന്നുമില്ല. പിന്നെ എല്ലാം ചെറിയ ചെറിയ ലോഡിംഗ് മാപ്പുകളാണ്. പെട്ടെന്ന് തന്നെ എല്ലാ ലോഡിംഗ് മാപ്പ് കവർ ആവുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ സെക്കൻഡ് ലോഡിംഗ് മാപ്പിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് മാപ്പൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് മുന്നോട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ലോഡിംഗ് മാപ്പ് കഴിയും. സെക്കൻഡ് ലോഡിംഗ് മാപ്പ് അതുപോലെയാണ്, വേഗം കഴിയും. ഈ വളവ് കഴിഞ്ഞ് ലേശം ഒന്ന് മുന്നോട്ട് പോകാനേ ഉള്ളൂ സെക്കൻഡ് ലോഡിംഗ് മാപ്പ് തീരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാണ് നമ്മൾ തേർഡ് ലോഡിംഗ് മാപ്പ് എത്തും. തേർഡ് ലോഡിംഗ് മാപ്പിലെത്തിയിട്ട് നേരെ തന്നെ പോയാൽ മതി. പിന്നെ നമ്മുടെ ഓഫ് റോഡ് പ്ലേസിലേക്ക് പോകാനായിട്ട് നമ്മുടെ തേർഡ് ലോഡിംഗ് മാപ്പിൽ നമ്മൾ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് മാപ്പിൽ നിന്ന് മാറാനുണ്ട്, ഒരു റൂട്ട് മാത്രം. അപ്പോൾ അതേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ശ്രദ്ധിച്ച് തന്നെ കാണുക, എന്നാലേ അത് മനസ്സിലാവുള്ളൂ എങ്ങനെ അങ്ങോട്ട് എത്തുക എന്നുള്ളത്. സംഗതി എളുപ്പമാണ്. പണ്ട് തൊട്ട് ബസ്സിൽ കളിക്കുന്ന എല്ലാവർക്കും ഏകദേശം അറിയായിരിക്കും സ്ഥലം. ഈ റൂട്ട് ഫേമസ് ആണിത്. നമ്മൾ തേർഡ് ലോഡിംഗ് മാപ്പിൽ എത്തിയിട്ടുണ്ട്. തേർഡ് ലോഡിംഗ് മാപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു റോഡാണ് കിട്ടുക. ഫുള്ളൊരു വൈറ്റിഷ് ഒരു ഷെയ്ഡുള്ള റോഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഈ റൂട്ടിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്നതാണ് ഗൈസ്. അപ്പോൾ ഇപ്പം നമുക്കൊരു ജംഗ്ഷൻ കിട്ടും. ഈ കാർ വാഷ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ ജംഗ്ഷൻ കിട്ടും. ഇവിടെ നമ്മൾ റൈറ്റിലോട്ട് വേണം പോകാൻ. മാപ്പിൽ നേരെ പോകാനുള്ളത്, നേരെ പോയി നമ്മുടെ സ്ഥലത്ത് എത്തൂല. അപ്പോൾ റൈറ്റിലോട്ട് പോയിട്ട് പോകുന്നെങ്കിൽ ഇങ്ങനെ ബാരിയറാണ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് അങ്ങ് എടുക്കുക. ഇവിടം തൊട്ട് നമ്മുടെ ഓഫ് റോഡിൽ കയറി കഴിഞ്ഞ് ഗൈസ്. നിങ്ങൾക്ക് വല്ല ഈ മറ്റേ ബസ് സൈഡിൻ്റെ അകത്ത് ഏതെങ്കിലും വണ്ടികൾ സ്റ്റെബിലിറ്റി ടെസ്റ്റ് വല്ലതും ചെയ്യണമെങ്കിൽ, സസ്പെൻഷൻ്റെ സ്റ്റെബിലിറ്റി ടെസ്റ്റ് വല്ലതും ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. കിഡിലനാണ്. നിങ്ങൾക്കിപ്പോൾ ഈ സൈഡ് വ്യൂ അതിനാണ് ഞാൻ കാണിക്കുന്നത്. എനിക്കിപ്പോൾ നമ്മുടെ ഈ താർ റോക്സിൻ്റെ സ്റ്റെബിലിറ്റി തന്നെ എത്ര ഉണ്ടെന്ന് കാണാൻ പറ്റും. നമ്മൾ പകുതി നമ്മുടെ ടയർ കിടന്നടിക്കുന്നതിൻ്റെ പകുതി ഇതുപോലെ സസ്പെൻഷൻ്റെ ഒരു ഗുണം കാരണം നമ്മുടെ ഇതിന് കിട്ടുന്നില്ല, നമ്മുടെ ബോഡിക്ക് വരുന്നില്ല. ബോഡി അത്രയും സ്മൂത്തായിട്ടാണ് ഓടുന്നത്. അന്നേരം നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു വണ്ടിയുടെ സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നേരെ അങ്ങൊന്ന് വന്നാൽ മതി. ഒരു സീനില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.